പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. നാം പുതിയ വർഷത്തെ, പുതിയ മാസത്തെ സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലവർഷം 1200 ചിങ്ങമാസം 1-ാം തീയതി മലയാളിക്ക് പുത്തൻ വർഷമാകുന്നു. ചിങ്ങമാസം 1-ാം തീയതിയുടെ യഥാർത്ഥ ആരംഭം വെള്ളിയാഴ്ച രാത്രി 7:45 സമയത്താണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വെള്ളിയാഴ്ച വരെയുള്ള, അതായത് 2024 ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച വരെയുള്ള ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ വാരഫലത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം, കുംഭം, മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്ന വിഷയമാണ്. ഇവിടെ മകരം രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന നക്ഷത്ര കൂട്ടമാകുന്നു മകരം രാശി. ഇന്ന് മകരം രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ ശനി, 3-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല, അഷ്ടമത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 9-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ. സ്വതവേ മകരം രാശിക്ക് പ്രായണ ബലമുണ്ട്. രാശിധിപനായ ശനി സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. ഇവിടെ ദാമ്പത്യപതിയായ വിവാഹം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ചന്ദ്രൻ 12-ൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത. 12-ൽ ചന്ദ്രൻ വരുമ്പോൾ ശത്രുക്കളെ ശ്രദ്ധിക്കണം, കണ്ണുകൾക്ക് രോഗം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ. അച്ഛൻ, അമ്മ മുതലായ ആളുകളെ ചിന്തിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ വിഷാദം വരും. എന്നാൽ ചാപ്നോതി കാമം, പ്രിയ അല്പപ്രിയത്വം, തൻ്റെ ഭാര്യയോട് പ്രിയത്വം കുറയും. താൻ ആഗ്രഹിച്ച പലതും നേടാതെ ബുദ്ധിമുട്ടും. ഇതൊരു നല്ല ഫലമല്ല. ആ 12-ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്ന ചന്ദ്രൻ്റെ അവസ്ഥയെ അടിവരയിടുന്നുണ്ട് 8-ാം ഭാവത്തിലെ സൂര്യനും ശുക്രനും ബുധനും. സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിയാലംബടസ്ഥ അഷ്ടമേക അഷ്ടഭാഗി വിദേശീയതാരാൻ ഭജൻ പാപ്യവസ്തു. തനിക്ക് വിദേശത്തുള്ള സ്ത്രീയെ താൻ ആഗ്രഹിക്കും. എടുത്തു ചാടി സ്ത്രീവേഷത്തിൽ പോയി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ശുക്രൻ നിൽക്കുന്നു 8-ൽ. ശുചസ്നേഹത, സ്നേഹം തനിക്ക് പാരയാകും. അതിനാൽ ദാമ്പത്യം, പുതിയ പ്രണയം, ഇതൊക്കെ തന്നെ മകരം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ വാരം മെഡിക്കൽ സ്റ്റുഡൻസിന് വളരെ നല്ലതാണ്. 8-ൽ ചന്ദ്രൻ വരുമ്പോൾ ഔഷധകാരകത്വമുണ്ട്. അതിനാൽ മക്കൾക്ക് വിദേശത്ത് ഉപരിപഠനം, യാത്ര, അതിനുവേണ്ട സ്കോളർഷിപ്പുകൾ ശരിയാക്കുക, ഈ ധർമ്മങ്ങളൊക്കെ മകരം രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായി നടക്കും. പക്ഷേ അഷ്ടമത്തിലുള്ള ബുധൻ, ശുക്രൻ, സൂര്യൻ ഈ യോഗത്തിനെ ശ്രദ്ധിക്കണം. രേഖാപരമായ ചതിവിൽപ്പെട്ടു പോകും. താൻ ഒരു രേഖയും ആർക്കും കൊടുക്കരുത്. ബാങ്കുകൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വ്യക്തമായ രൂപരേഖ അല്ലെങ്കിൽ മാർഗം കാണണം. ഇല്ലെങ്കിൽ രേഖ നശിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട രേഖകൾ ബാങ്കുകാർ എടുക്കുക എന്നൊരു ഭീകരമായ അവസ്ഥ മകരം രാശിക്കാർക്ക് ഭാവിയിൽ കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം. 5-ാം ഭാവത്തിലുള്ള ചൊവ്വയും വ്യാഴവും തനിക്ക് വളരെ ഉപകാരപ്പെടും. പലതും വായിച്ചിട്ട് പ്രൊമോട്ട് ചെയ്ത് തൻ്റെ ഭാവിയിലുള്ള ജോലിയെ സംരക്ഷിക്കാൻ ഇത് വളരെ നല്ലതാണ്. അഷ്ടമത്തിലെ ശുക്രൻ കർമ്മമേഖലയിൽ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് ഈ 1-2 വാരങ്ങൾ. കാരണം കർമ്മം നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. കർമാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, തൻ്റെ ജോലി നഷ്ടപ്പെടും. ആർജിതാനാംതു രക്ഷണെ, ഉള്ളതിനെ സംരക്ഷിക്കുക എന്ന മഹത്തായ ദൗത്യം ഇവിടെ മകരം രാശിക്കാർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പരിഹാരമായി നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ ദാമ്പത്യ ശ്രേയസ്സിനായി ഉമാമഹേശ്വര പൂജ ചെയ്യുക. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി ചെയ്യുക. നരസിംഹക്ഷേത്രത്തിൽ പാനകം കഴിപ്പിക്കുന്നതും ഈ വാരം വളരെ ഉത്തമമാണ്. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മകരം രാശിക്കാർക്ക് ഈ വാരമില്ല. എല്ലാ മകരം രാശിക്കാർക്കും ശോഭനമായ ഒരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി കുംഭം രാശി. ഇന്ന് കുംഭം രാശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം നക്ഷത്രം, പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു കുംഭൻ രാശി. ഇന്ന് കുംഭൻ രാശിക്കാർക്ക് പ്രായണ ലഗ്നത്തിൽ ശനി ബലവാനായി നിൽക്കുന്നു. 2-ൽ രാഹു, 4-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, 7-ാം ഭാവത്തിൽ ശക്തമായി സൂര്യൻ, ബുധനും ശുക്രനോടുകൂടെ നിൽക്കുന്നു. അഷ്ടമത്തിൽ കേതു, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ. വൃശ്ചികൻ രാശിക്കാരെ പോലെ തന്നെ ഈ വാരം പ്രായണ കുംഭൻ രാശിക്കാർക്കും വളരെ അനുകൂലമാണ്. ലഗ്നത്തിലെ ശനി അവർക്ക് ഒരു ശശമഹായോഗത്തെ പ്രദാനം ചെയ്യുന്നു. മാതാവിനോടൊരു അചഞ്ചലമായ ഭക്തി അവർ പ്രകടിപ്പിക്കുന്നു.
ശശമഹായോഗത്തിൻ്റെ ഫലം അതാണ്. രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാം. രാജാവിന് പ്രിയപ്പെട്ട ആളാവുന്നു. തൻ്റെ അധികാരിക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരവസ്ഥ, അധികാരിക്ക് തന്നെ സ്നേഹിക്കുവാനുള്ളൊരവസ്ഥ സംജാതമാകുന്നു. പല കാര്യങ്ങളും തന്നെ ഏൽപ്പിക്കുന്നു. തനിക്കൊരു പ്രാമുഖ്യം, ഇമ്പോർട്ടൻസ് വരുന്നു. അതിനാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുംഭരാശിക്കാർ ശ്രമിക്കണം. പല ഫലങ്ങളിലും കുംഭൻ രാശി വളരെ മോശം രാശിയാണെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. ന കുംഭലഗ്നം ശുഭമാഹ സത്യാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ഭയപ്പെടരുത്. ഈ വാരം കുംഭൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. ദാമ്പത്യത്തിൽ കുറച്ചുകൂടി, കഴിഞ്ഞ മാസം സൂര്യൻ 6-ലായിരുന്നു, ഭാര്യ ശത്രുവായി വരുന്ന മാസമായിരുന്നു. അതിൽ നിന്നും മാറ്റം 7ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യും. ശുക്രനും ബുധനുമുണ്ട്. വിവാഹ തീരുമാനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. പല വിവാഹ തീരുമാനങ്ങളും നടക്കും. പല പ്രണയങ്ങളും പ്രണയവസന്തങ്ങളുമാകാം. പറയാൻ ഭയന്ന് പിന്മാറിയ കവിതാക്കൾക്ക്, പുരുഷനായാലും സ്ത്രീയായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, തൻ്റെ പ്രണയത്തെ അവതരിപ്പിക്കാം. അതിമനോഹരമായ കവിതകൾ എഴുതി കൊടുക്കാം തൻ്റെ പ്രാണപ്രേയസിക്ക്. 11-ലെ ചന്ദ്രൻ വളരെ നന്നായി കിടക്കുന്നു. പ്രതിഷ്ഠ, അധികാര, അമ്പരാണിക്രമേണ തനിക്ക് സ്ഥിരത, അധികാരം, ഇതൊക്കെ 11-ലെ ചന്ദ്രൻ പ്രദാനം ചെയ്യും. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. പിന്നെ ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കർമ്മപതിയാഗ്രഹം ചൊവ്വ വ്യാഴത്തോടുകൂടി നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ധനലാഭമുണ്ട്. പല അത്യാവശ്യം കാശ് വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൈക്കൂലി ധാരാളമായി ലഭിക്കുന്നു. പ്രത്യേകിച്ച് റവന്യൂ, അതേ രീതിയിൽ ആധാരവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലുള്ളവർക്കൊക്കെ ഈ വാരം നല്ലതാണ്. സാമ്പത്തികമായി തനിക്ക് സേവ് ചെയ്യേണ്ട വാരമാകുന്നു. സോ പ്ലീസ് ട്രൈ ടു മേക്ക് മണി. നല്ല രീതിയിൽ മാത്രം കാശുണ്ടാക്കാൻ ശ്രമിക്കും. അന്യായേന ആർജിതന്ധനം തന്യായേന വിനശ്യതി എന്ന് ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അന്യായമായി ഉണ്ടാക്കിയാൽ ആ കാശ് അതേ രീതിയിൽ തന്നെ പോകും. പ്രാപ്തിയതു ഷോഡശേ വർഷേ സമൂലം തത് വിനശ്യതി. അത് 16-ാം വർഷം കഴിഞ്ഞാൽ പൂർണ്ണമായും നശിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതിനാൽ നല്ല രീതിയിലുള്ള ധനത്തെ സമ്പാദിക്കുക. വിശേഷിച്ച് ഈ വാരം ചെയ്യേണ്ടുന്ന പൂജ രാഹുകേതു അർച്ചന മാത്രമാണ്, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അടുത്തതായി മീനം രാശി. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവിടെ മീനൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ രാഹു, 3-ാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം, 6-ാം ഭാവത്തിൽ ബുധൻ ശുക്രൻ രവി മാന്തി, 7-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ൽ ശനി. പ്രായണ കുറച്ചുകൂടി ശത്രുദോഷങ്ങൾ കൂടുതലായി വരുന്ന വാരമാകുന്നു. എല്ലാ ഗ്രഹങ്ങളും 6-ലെ ശുക്രനും ബുധനും ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 6-ലെ സൂര്യനാണെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കും. അതിനാൽ ശത്രു വരും, വീണ്ടും ശത്രു ഉണ്ടാകും. അതിനാൽ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ശത്രുദോഷത്തിനെ നേരിടണം. 6-ലെ ശുക്രൻ വന്നാൽ സദാ ദാനവേദ്യേ സുധാസിക്ത ശത്രുഹു, അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനാൽ ശത്രുദോഷ പരിഹാരം നിർബന്ധമായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, മുട്ടറക്കൽ ചെയ്യുക. അതേ രീതിയിൽ രേഖാപരമായ പ്രയാസങ്ങൾ ധാരാളം വരും. രേഖ നഷ്ടപ്പെട്ടു പോവുക, രേഖ കാണാതെ ബുദ്ധിമുട്ടുക, ഇങ്ങനെയൊരു ദോഷം മീനൻ രാശിക്കാർക്കുണ്ട്. വളരെ ജാഗ്രത പാലിക്കണം. ഓർമ്മക്കുറവുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു വെക്കണം തൻ്റെ രേഖകൾ, തൻ്റെ കാശുകളൊക്കെ. അല്ലെങ്കിൽ പേഴ്സ് നഷ്ടപ്പെട്ടു പോവുക, വലിയ കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്ന വാരമാണ്, ശ്രദ്ധിക്കുക. മാനസികമായി ഡിപ്രഷൻ വരാതെ നോക്കണം. ലഗ്നത്തിൽ കേതു വന്നാലും രാഹു വന്നാലും ഡിപ്രഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. എപ്പോഴും മൈൻഡിനെ വളരെ കൂളായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. 10-ലെ ചന്ദ്രനും പ്രായണ നല്ല ഫലത്തെ ചെയ്യുന്നു. സുഖം ബാന്ധവേപ്പ ഖഗേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോപി. തനിക്ക് രാജാവ് തന്നെ സൽക്കരിക്കുമെന്നാണ്. അധികാരികളുടെ ഒരു പ്രീണനം ലഭിക്കുന്നു. അപ്പോഴേക്കും ബുധനൊക്കെ ഉച്ചസ്നയിച്ച് കന്നിരാശിയിലേക്ക് വരും. അതിനാൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ 10-ലെ ചന്ദ്രനുള്ളവർ അപഹാസ്യനാവാൻ പാടില്ല. മറ്റുള്ളവർ തന്നെ പരിഹസിക്കുന്ന ഒരു സമയമൊക്കെ വരുന്നതാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. പേഴ്സണാലിറ്റിയെ ബലി കഴിക്കാൻ പാടില്ല, ആദർശത്തിന് ബലി കഴിക്കാൻ പാടില്ല. ശാരീരികമായി ഡിസ്ക്, നടുവേദന വളരെ ശ്രദ്ധിക്കുക. 12-ാം ഭാവത്തിലെ ശനി പലപ്പോഴും ചൗര്യം സമുദ്ദിശ കളവോടുകൂടി ആരെങ്കിലും വരിക, അതിന് സാധ്യത കൂടുതലാണ്. അതിനാൽ വീട്, ജാലകങ്ങൾ, വാതിലുകളൊക്കെ ബന്ധവസ്ഥായിട്ട് മാത്രം യാത്ര ചെയ്യുക. കള്ളൻ്റെ ഉപദ്രവം വന്നാൽ പിന്നെ ചോരഹരണ പ്രായശ്ചിത്യമൊക്കെ ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ മാറ്റേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും എൻ്റെ മീനരാശി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏഴരശനി വളരെയധികം മീനൻ രാശിക്കാർക്കുണ്ട്. അതിനാൽ അവർക്ക് ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന നൽകി ഈ ഏഴരശനി ദോഷത്തെ പരിഹരിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരം നേരുന്നു. നന്ദി, നമസ്കാരം.